ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മിക്ക ടീമുകളുടെയും പ്രധാന താരങ്ങൾ ടീമിന് പുറത്താണ്. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമെത്തുന്ന ചാമ്പ്യന്മാരുടെ പോരാട്ടത്തിന്റെ മാറ്റു കുറയ്ക്കുന്നതും ചില ചാമ്പ്യൻ താരങ്ങളുടെ അഭാവമായിരിക്കും. പരിക്കുകൾ, വ്യക്തിപരമായ കാരണങ്ങൾ, അപ്രതീക്ഷിത വിരമിക്കൽ തുടങ്ങി പല കാരണങ്ങളാണ് ആരാധകർക്കും ടീമിനും ഈ മിന്നും താരങ്ങളെ നഷ്ടപ്പെടാൻ കാരണമാകുന്നത്. പല കാരണങ്ങളാൽ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് നഷ്ടമായ ബുംറയും സ്റ്റാർക്കും അടക്കമുള്ള 13 പ്രധാന താരങ്ങളും അതിൽ നിന്നുള്ള ബെസ്റ്റ് 11 ഒന്ന് കണ്ടു നോക്കാം. ലോകത്തിലെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബൗളർമാരിൽ ഒരാളായ ജസ്പ്രീത് ബുംറ പരിക്കേറ്റ് പുറത്തായതാണ് ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും വലിയ നഷ്ടം. അടുത്തിടെ സമാപിച്ച ഓസീസിനെതിരെയുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ വെച്ചാണ് താരത്തിന് പരിക്കേറ്റത്. സമീപകാലത്ത് നടന്ന T20 ലോകകപ്പിലും 2021 നടന്ന ഏകദിന ലോകകപ്പിലും ഇന്ത്യയെ ഫൈനലിൽ എത്തിച്ചത് ബുംറയുടെ മാസ്മരിക പ്രകടനമായിരുന്നു. ബുംറയ്ക്ക് പകരം പുതുമുഖക്കാരനായ ഹർഷിത് റാണയെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ബുംറയുടെ വിടവ് നീക്കാനാകുമോ എന്ന് കണ്ടറിയണം. നാഗ്പൂരിൽ ഇന്ത്യക്കെതിരായ ഏകദിന മത്സരത്തിലുണ്ടായ പരിക്കിനെ തുടർന്ന് യുവ ബാറ്റിംഗ് ഓൾറൗണ്ടർ ജേക്കബ് നെതലിനെ ഇംഗ്ലണ്ട് ഒഴിവാക്കിയിട്ടുണ്ട്. സ്പിൻ അനുകൂല പിച്ചുകളിൽ നന്നായി കളിക്കുന്ന താരം കൂടിയാണ് ബദൽ. താരത്തിന്റെ ഇടം കയ്യൻ സ്പിൻ ബോളിംഗും ഇംഗ്ലണ്ടിന് നഷ്ടമാകും. പകരക്കാരനായി ടോം ബാൻഡനെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും യുവതാരത്തിന്റെ നഷ്ടം അങ്ങനെ തന്നെ തുടരും. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 2 താരങ്ങളാണ് പരിക്കുമൂലം പുറത്തായിട്ടുള്ളത്. 150 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ എറിയുന്ന 2 താരങ്ങളെയാണ് നഷ്ടമായത് എന്നും ശ്രദ്ധേയമാണ്. ആൻഡ്രിച്ച് നോർക്കിയ, ജൊറാൾ കോട്സി എന്നിവരാണ് ഇവർ. 2024 T20 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മികച്ച സംഭാവന നൽകുകയും ഫൈനലിലേക്ക് എത്താൻ സഹായിക്കുകയും ചെയ്ത താരമാണ് കോട്സി. എന്നാൽ ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടായത് ടീം ഓസ്ട്രേലിയയ്ക്കാണ്. ടീമിന്റെ സ്ഥിരം ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് തന്നെയാണ് പരിക്കേറ്റ് പുറത്തായ താരങ്ങളിൽ ഒരാൾ. ബോർഡർ ഗവാസ്കർ ട്രോഫിക്കിടെ കമ്മിൻസിന് കണങ്കാലിന് പരിക്കേറ്റതിനാൽ ഓസ്ട്രേലിയയുടെ ശ്രീലങ്കൻ പര്യടനവും നഷ്ടമായിരുന്നു. വ്യക്തിപരമായ കാരണങ്ങളാൽ സ്റ്റാർ പേസർ മിച്ചൽ സ്റ്റാർക്ക് പിന്മാറിയതും തിരിച്ചടിയായി. ടൂർണമെന്റുകളിൽ ഓസീസിന്റെ കുന്തമുനയായ സ്റ്റാർക്കിന്റെ യോർക്കറുകളെ ക്രിക്കറ്റ് പ്രേമികളും മിസ് ചെയ്യും. ഇടുപ്പിന് പരിക്കേറ്റ് പുറത്തായ മറ്റൊരു പ്രധാന ഓസീസ് പേസറാണ് ഹേസൽവുഡ്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ കളിച്ചിരുന്ന താരത്തിന് മുമ്പുണ്ടായിരുന്ന പരിക്കുകൾ വീണ്ടും വില്ലനാകുകയായിരുന്നു. നടുവേദനയെ തുടർന്ന് ഓൾറൗണ്ടർ മിച്ചൽ മാർഷ് ടീമിൽ നിന്ന് പുറത്തായതാണ് ഓസീസിനെ വലയ്ക്കുന്ന മറ്റൊരു കാര്യം. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ തിളങ്ങാൻ താരത്തിനായിരുന്നില്ല എങ്കിലും ICC ടൂർണമെന്റിൽ അവസരത്തിലൊത്തുയർന്ന് പ്രകടനം കാഴ്ചവെക്കാൻ താരത്തിനാവാറുണ്ട്. സ്റ്റാർ ബാറ്റർ സയീം അയൂബ് ഇല്ലാതെയാണ് ആതിഥേയരായ പാകിസ്ഥാൻ സ്വന്തം മണ്ണിലെ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഒരുങ്ങുന്നത്. നേരത്തെ താരത്തിന്റെ ഫിറ്റ്നസ് ഉറപ്പിക്കാൻ ടീം പ്രഖ്യാപനം വളരെ വൈകിച്ച പാകിസ്ഥാൻ ടീമിന് ഒടുവിൽ അയൂബ് ഇല്ലാതെ ടീം പ്രഖ്യാപിക്കേണ്ടി വന്നു. അഫ്ഗാനിസ്ഥാൻ ടീമിന്റെ അവിഭാജ്യ ഘടകമായിരുന്ന മുജീബ് ഉർ റഹ്മാനാണ് പരിക്കേറ്റ് പുറത്തായ മറ്റൊരു താരം. കഴിഞ്ഞ വർഷം ഡിസംബറിൽ സിംബാബ്വെ പര്യടനത്തിനിടെ കൈക്ക് പരിക്കേറ്റ താരത്തിന് ഇപ്പോഴും ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അഫ്ഗാനിസ്ഥാന്റെ 18 വയസ്സുള്ള സ്പിൻ സെൻസേഷൻ അല്ലാഹ് ഹസൻഫറിനും ട്രോഫിയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരും. 4 മാസത്തെ വിശ്രമത്തിലുള്ള താരത്തിന് മുംബൈക്കൊപ്പമുള്ള IPL 2025 സീസണും നഷ്ടമാകും. കഴിഞ്ഞ ദിവസം പരിക്കേറ്റ ന്യൂസിലാൻഡ് പേസർ ബെൻ സിയേഴ്സിനും ചാമ്പ്യൻസ് ട്രോഫി നഷ്ടമാകും. കറാച്ചിയിൽ നടന്ന പരിശീലന സെഷനിൽ സിയേഴ്സിന് ഇടത് പിന്തുടയുടെ ഞരമ്പിന് പരിക്കേറ്റതിനെ തുടർന്നാണ് താരം ടൂർണമെന്റിൽ നിന്ന് പിന്മാറുന്നത്. പകരക്കാരനായി ജേക്കബ് ഡഫിയെ കിവീസ് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.